ലോകകപ്പ് ഓർമ്മകൾ പങ്കുവച്ച കേരള ഫുട്ബോൾ പോലീസ് ടീം അംഗം ശ്രീരാഗ് അമ്പാടി. ലോക ഫുട്ബോളിന്റെ മഹാമാമാങ്കമായ ഫിഫ ലോകകപ്പ് ജൂൺ 12-ന് അമേരിക്ക ന്യൂജേഴ്സിയിൽ തുടക്കമാകാനിരിക്കെ കിരീടം ഇത്തവണ ബ്രസീലിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള പോലീസ് ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും ചാലിശ്ശേരി GCC അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടറുമായ ശ്രീരാഗ് അമ്പാടി CCTVയോട് പറഞ്ഞു. വേൾഡ് കപ്പ് കേരളത്തിൽ എന്നും കേരളത്തിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആൾക്കാരായാലും ഫുട്ബോൾ പ്ലേയേഴ്സ് ആയാലും എന്നും വേൾഡ് കപ്പിൻ്റെ സമയം വളരെയധികം ആവേശം നൽകുന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഭാഗത്തും ഫ്ലെക്സ് ആയാലും ആവേശമായാലും വേൾഡ് കപ്പിൻ്റെ ചർച്ചകളായാലും ടീമുകളുടെ തമ്മിലുള്ള ഫൈറ്റിംഗ് ആയാലും എല്ലാം വളരെയധികം നടക്കുന്ന ഒരു സ്ഥലമാണ് വേൾഡ് കപ്പ്. ഫുട്ബോളിനെ എന്നും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ്. 2002 ലോകകപ്പാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ലോകകപ്പ് ഓർമ്മയെന്ന് ശ്രീരാഗ് പറയുന്നു. വേൾഡ് കപ്പ് ഓർമ്മയിൽ വരുന്നത് എനിക്ക് 2002 വേൾഡ് കപ്പാണ്. ബ്രസീൽ ചാമ്പ്യൻസ് ആയത്, ജർമ്മനിനെ തോൽപ്പിച്ചിട്ട് ബ്രസീൽ ചാമ്പ്യൻസ് ആയ ഒരു വേൾഡ് കപ്പാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. ആദ്യത്തെ വേൾഡ് കപ്പ് എന്നുള്ള ഒരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വേൾഡ് കപ്പും ബ്രസീൽ അല്ലെങ്കിൽ ഫുട്ബോളിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയ ഒരു വേൾഡ് കപ്പ് കൂടിയാണ് അത് എല്ലാവരും കൂടി ഇരുന്ന് കണ്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു ഫുട്ബോളിന്റെ ഒരു ആവേശം ഉൾക്കൊണ്ടിട്ടാവും ചിലപ്പോൾ ഞാൻ കളി തുടങ്ങിയതും. ബ്രസീൽ ജർമ്മനിയെ തോൽപ്പിച്ച് കിരീടം നേടിയ ആ ഫൈനൽ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ബ്രസീലിന്റെ മനോഹരമായ സാമ്പ ഫുട്ബോളും കളിയിലെ ആവേശവുമാണ് തന്നെ ആ ടീമിന്റെ ആരാധകനാക്കിയതെന്നും ശ്രീരാഗ് പറയുന്നു. ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. റൊണാൾഡോയുടെ അച്ചടക്കം, കഠിനാധ്വാനം, ഫിറ്റ്നസ്, പരിശീലനത്തിലെ ആത്മസമർപ്പണം എന്നിവ യുവതാരങ്ങൾക്ക് മാതൃകയാണ്. വരാനിരിക്കുന്ന ലോകകപ്പ് ഫൈനലിൽ ബ്രസീൽ കിരീടം നേടുമെന്നാണ് തന്റെ വിശ്വാസമെന്ന് ശ്രീരാഗ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയെക്കുറിച്ചും ശ്രീരാഗ് വ്യക്തമായ കാഴ്ചപ്പാട് പങ്കുവച്ചു. ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് ശാസ്ത്രീയവും പ്രൊഫഷണലുമായ പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ്. 5 വയസ്സ് മുതൽ ഫുട്ബോളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനും 15 വയസ്സാകുമ്പോഴേക്കും ഉയർന്ന തലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ വാർത്തെടുക്കാനുമുള്ള സംവിധാനമാണ് രാജ്യത്തിന് വേണ്ടതെന്നും ശ്രീരാഗ് അഭിപ്രായപ്പെട്ടു. GCC ഫുട്ബോൾ അക്കാദമി നമ്മൾ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ചാലിശ്ശേരി ഒരു ഇന്ത്യൻ പ്ലെയറെങ്കിലും വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞങ്ങൾ ആരംഭിച്ചതാണ് GCC ഫുട്ബോൾ അക്കാദമി. അതിന്റെ ടെക്നിക്കൽ ഡയറക്ടറാണ് ഞാൻ. ഇതിന്റെ അണ്ടറിൽ ഒരുപാട് കോച്ചസ് ഉണ്ട്, പ്ലേയേഴ്സ് ഉണ്ട്. നമ്മളെ നാട്ടുകാരെല്ലാവരുടെ സപ്പോർട്ടും കൂടിയിട്ടാണ് നമ്മൾ ഈ അക്കാദമി പോകുന്നത്. ചാലിശ്ശേരി ഹൈസ്കൂൾ മൈതാനത്ത് GCC ക്ലബിലൂടെ വളർന്ന ശ്രീരാഗ് അമ്പാടി 2013 ലീഗിൽ ചർച്ചിൽ ബ്രദേഴ്സിനായും 5 തവണ കേരളത്തിനായി സന്തോഷ് ട്രോഫിയിലും കളിച്ചിട്ടുണ്ട്. 2018 സന്തോഷ് ട്രോഫി ജേതാക്കളായ കേരള ടീമിലെ അംഗമായിരുന്ന അദ്ദേഹം 2021-24 വർഷങ്ങളിൽ കേരള പോലീസ് ടീമിന്റെ ക്യാപ്റ്റനായും ശ്രദ്ധേയമായ സേവനം അനുഷ്ഠിച്ചു. 2025 കേരള സൂപ്പർ ലീഗിൽ ഫോർസ കൊച്ചിക്ക് വേണ്ടിയും ബൂട്ടണിഞ്ഞു. എന്തായാലും ഫുട്ബോളിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മളെ GCC ക്ലബ് തന്നെയാണ്. അവര് ഒരുപാട് ടൂർണമെന്റുകൾ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് കളിക്കാനുള്ള ഒരു ഭാഗ്യം തന്നു, കളിക്കാനുള്ള ഒരു അവസരങ്ങൾ തന്നതുകൊണ്ടാണ് നമ്മൾ ഫുട്ബോളിൽ വരാൻ പറ്റിയത്. നിലവിൽ GCC അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടറായി യുവതാരങ്ങളുടെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ചു വരികയാണ്. ലോകകപ്പിനോടനുബന്ധിച്ച് GCC അക്കാദമിയിൽ വിവിധ രാജ്യങ്ങളുടെ പേരിൽ കുട്ടികൾക്കായി സൗഹൃദ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനൊരു തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് എന്തായാലും നല്ല നല്ല അക്കാദമികൾ വരണം, നല്ല നല്ല റെസിഡൻഷ്യൽ അക്കാദമികൾ വരണം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അക്കാദമികൾ ഉണ്ടെങ്കിലും ഒന്നും കൂടി പ്രൊഫഷണലിസം കൊണ്ടുവരാൻ